സോ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ്സ്, ക്രമശീലം. അപ്പോൾ ഇതുവരെയുള്ള മൊഡ്യൂളെല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് കാണാൻ മാത്രമല്ല ചെയ്യണത് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, എന്നാൽ മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളായത് വീഡിയോയിലേക്ക് പോകാം. അതായത് നമുക്ക് ഡിസിപ്ലിനും അതുപോലെ തന്നെ ഹാബിറ്റ്സും എപ്പോഴും വേണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ടാലൻ്റ് ഉണ്ടാവാം, ഡ്രീംസ് ഉണ്ടാവാം, പ്ലാൻസ് ഉണ്ടാവാം. ഈ 3 കാര്യങ്ങളും, ഈ പറഞ്ഞ ടാലൻറ്റും ഡ്രീമും പ്ലാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് ഈ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ ഇതൊന്നും കൃത്യമായി നടക്കില്ല. ഇപ്പോൾ ടാലൻ്റ് ആയിട്ടും ഡ്രീം ഉണ്ടായിട്ടും പ്ലാൻ ഉണ്ടായിട്ടും കാര്യമില്ല. അതായത് വിജയിക്കുന്നത് വരെ നമ്മൾ ഇങ്ങനെ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഉപകാരം ഉണ്ടാവില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും ജീവിതത്തിൽ ഓരോ കാര്യം നേടിയെടുക്കാനായിട്ട്. ഓക്കെ, ഇനിയാണ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ ആ 24 മണിക്കൂർ ചിലർ വളരും, ചിലർ വളയും എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നവൻ വിജയിക്കും ജീവിതത്തിൽ. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാത്തവൻ എന്ത് ചെയ്യും? 24 മണിക്കൂർ കൃത്യമായിട്ട് ആൾക്ക് വെറുതെ ആവും, ഒരു ഉപകാരം ഉണ്ടാവും, തോൽക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യമാണ് ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സമയം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് ഡിസിപ്ലിൻ ബേസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റ് മസ്റ്റാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഓരോ കാര്യത്തിനും മുൻഗണന കൊടുത്തിരിക്കണം, ഓരോ കാര്യത്തിനും. ഓക്കെ, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കണം. ഇപ്പം മുൻഗണന കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതിന് മുൻഗണന കൊടുക്കുക ഓരോ ദിവസവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? പ്രധാനപ്പെട്ട ജോലികൾ, ഈ മുൻഗണനയിലെ ഏറ്റവും പ്രയോറിറ്റൈസ് ആയിട്ടുള്ള ഒരു 2-3 ഉണ്ടാവില്ലേ, അത് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സമയം കുറയ്ക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയസ് ഒക്കെ നമ്മൾ ഉപയോഗം മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ മണിക്കൂറും വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുകയാണ്, അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വോയിസ് ഓവർ ഞാൻ ചെയ്യും. എനിക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് ഓരോ സമയത്തും ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും, സമയം മാനേജ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അതെൻ്റെ ടൈം മാനേജ്മെൻറ്റ് സ്കില്ലാണ്. കാരണം എനിക്ക് ടൈം മാനേജ് ചെയ്താൽ മാത്രമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോയാൽ തിരികെ വരില്ല. ഇപ്പം നമ്മൾ ഒരു ബലൂൺ വിട്ട പോലെ ആയിരിക്കും മുകളിലേക്ക്. ഒരു ബലൂൺ വിട്ട് കഴിഞ്ഞാൽ ബലൂൺ തിരികെ വരില്ല. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും പോയി അടിയാണ് ചെയ്യുന്നത്. സമയം നമുക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും, മുകളിൽ നിന്നല്ല, വെറുതെ പോയി കഴിഞ്ഞാലും കാര്യം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി റൂട്ടീനാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡിസിപ്ലിൻ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇനി അടുത്ത ഡെയിലി റൂട്ടീനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഫിക്സ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുക ഡെയിലി, അതുപോലെ തന്നെ പഠനത്തിനോ ജോലിക്കോ സമയം ഫിക്സ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ബ്രേക്ക് സമയം ഉണ്ടാവും, വർക്ക് സമയം ഉണ്ടാവും. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മളൊരു ഒരു സീക്വൻസിൽ ഓർഡറിൽ കൊണ്ടുപോയി ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും. 8 മണിക്കൂർ ഉറങ്ങുക, അതുപോലെ തന്നെ കൃത്യമായിട്ട് ഓരോ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇടവേള എടുക്കുക. അതുപോലെ തന്നെ റൂട്ടീൻ ഉള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടാവും, സക്സസ് അടുത്തതിന് വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു കൃത്യമായിട്ട് റൂട്ടീൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ
ഇന്ന് ഞാൻ തരാൻ പോകുന്ന ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് 10 ടു ഡു ലിസ്റ്റ് എന്നുദ്ദേശിക്കുന്നത് 10 തയ്യാറാക്കാനല്ല, 10 കാര്യങ്ങൾ എഴുതാം. അതായത് നമ്മൾ 10 കാര്യങ്ങൾ ഇങ്ങനെ ഓർഡറിൽ എഴുതുക. ഇനി ആ ഓർഡറിൽ എഴുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്യുന്ന ലിസ്റ്റുകളിലെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഈ ചെയ്യുന്ന ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്നേ ദിവസം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം എഴുതണം. ഓരോ ദിവസം എഴുതുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ആ ടു ഡു ലിസ്റ്റുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ടു ഡു ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ സമയം എന്ത് ചെയ്യുക, ഒരു 2-3 മണിക്കൂറുടെ ചുരുക്കുക മാക്സിമം. നിങ്ങൾക്ക് എത്രത്തോളം ചുരുക്കാൻ എത്രത്തോളം ചുരുക്കുക. മാക്സിമം സമയം നിങ്ങളുടെ നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്ന, നിങ്ങൾക്ക് വാല്യൂ ക്രിയേറ്റ് ആവുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഡെയിലി റൂട്ടീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നും രാവിലെ ഒരു ഏകദേശം 8 മണി സമയത്ത് എണീക്കാൻ ശ്രമിക്കുക. അതിനകത്ത് എണീക്കാൻ പറ്റുക നല്ലതാണ്. ഓരോ ദിവസവും നമ്മൾ നേരത്തെ എണീറ്റ് വരിക, നേരെ വഴുകാതിരിക്കുക, 8 മണിൻ്റെ അപ്പുറം പോകാതിരിക്കുക എന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡെയിലി വർക്കൗട്ട് ചെയ്യുക. യോഗയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റ് ജിം വർക്കൗട്ടോ ഹോം വർക്കൗട്ടോ എന്തായാലും കുഴപ്പമില്ല, ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ ടു ഡു ലിസ്റ്റ് കൃത്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ രാവിലെ കൃത്യമായിട്ട് സമയത്ത് എഴുന്നേൽക്കണം. അതുപോലെ തന്നെ വർക്കൗട്ടും ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാണ്ടിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇത് കണ്ടതുകൊണ്ട് അപ്പോൾ ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല. കാരണം ഇത് വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു ബുക്ക് വായിക്കുന്ന പോലെ അല്ല ഒരു കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ട് അല്ലെങ്കിൽ കണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.